നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ബാച്ചലർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോരുന്നതിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. ആദ്യമായി വേണ്ടുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള മിക്സിയിൽ നന്നായി അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാൻ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാളയുടെ പേസ്റ്റ് ചേർത്ത് വെള്ളമെല്ലാം നന്നായി വറ്റി ഒരു ഏകദേശം ബ്രൗൺ കളർ ആകുന്നവരെ നന്നായി വെള്ളം തോർത്തിയെടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം തോർന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലകളുടെ പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിരിക്കുകയാണ്. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമയവും പച്ചമണവും ഒക്കെ മാറി നന്നായി മിക്സായി വന്നിരിക്കുകയാണ്. അതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ കുറുകി ചെമ്മീനെല്ലാം നന്നായി വെന്ത് വന്നിരിക്കുകയാണ്.
നന്നായി കുറുകി വന്ന ഗ്രേവിയിലേക്ക് നമുക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.